എല്ലാവർക്കും നമസ്കാരം. കൊമേഴ്സ് ഗൈഡിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ അവസാനമായിട്ട് നടന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാമില് കൊമേഴ്സ് ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. 2022 ആ ഒരു എക്സാം നടന്നത്. ആ എക്സാമിന്റെ അതേ സിലബസ് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. പുതിയ സിലബസ് ഇതുവരെ PSC പബ്ലിഷ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആ പ്രീവിയസ് ഇയർ കൊമേഴ്സ് ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് among the following statement related to scientific management is not correct? Option A, applicable to shop floor level of a factory. Option B, helps to increase productivity. Option C, developed by observations and experimentation. Option D, unity of command is strictly followed. എന്താണ് ക്വസ്റ്റ്യൻ? ഇത് നമ്മൾ കൊമേഴ്സിന്റെ സിലബസ് എടുത്ത സമയത്ത് അതിൽ ഒന്നാമത്തെ മൊഡ്യൂളില് മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് തോട്ട് എന്നുള്ള ഒരു മൊഡ്യൂൾ ഉണ്ടായിരുന്നു. അതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. അതിൽ വരാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് നമ്മോട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞത്, അല്ലെ? അപ്പൊ സയന്റിഫിക് മാനേജ്മെന്റിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. ഇവിടെ സയന്റിഫിക് മാനേജ്മെന്റിനെ കുറിച്ചുള്ള ചെറിയൊരു നോട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊന്ന് മനസ്സിലാക്കാം. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ടോപ്പിക് വൈസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് പറയാം. ഓക്കെ, അപ്പൊ എന്താണ് സയന്റിഫിക് മാനേജ്മെന്റ്? സയന്റിഫിക് മാനേജ്മെന്റ് എന്നത് ഒരു മാനേജ്മെന്റ് തിയറിയാണ്, തിയറി ഓഫ് മാനേജ്മെന്റ് ആണ്. അത് ഡെവലപ്പ് ചെയ്തത് ഫെഡറിക് W. ടൈലർ ആണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, FW ടൈലർ എന്നും പറയാറുണ്ട്. ഏർലി 20th സെഞ്ചുറിയിലാണ് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ഇനി എന്താണ് ഇത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്? ഷോപ്പ് ഫ്ലോർ പ്രൊഡക്ടിവിറ്റി ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും ലോവർ ലെവലിലുള്ള പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. അതുപോലെ തന്നെ ഒബ്സർവേഷൻ, എക്സ്പെരിമെന്റേഷനും ഈ ഒരു തിയറി, അതായത് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി ഫോക്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതിന്റെ അൾട്ടിമേറ്റ് എയിം എന്താണ്? ടു ഇംപ്രൂവ് എഫിഷ്യൻസി. ഓക്കെ, ടു ഇംപ്രൂവ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് എൻ ഓർഗനൈസേഷൻ. ഇനി അടുത്ത പോയിന്റ് നോക്കൂ. This theory does not strictly follow unity of command. ഓക്കെ, യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുള്ള ഒരു പ്രിൻസിപ്പിൾസ് ഉണ്ട് മാനേജ്മെന്റ്. അതെന്ത് ചെയ്യുന്നില്ല? ഈ സയന്റിഫിക് മാനേജ്മെന്റ് ഫോളോ ചെയ്യുന്നില്ല. അപ്പൊ എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ്? അതായത് കമാൻഡിൽ യൂണിറ്റി ഉണ്ടാവണം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയി ഒരേ ഒരു സുപ്പീരിയർ അടുത്തുനിന്ന് മാത്രം ഓർഡർ റിസീവ് ചെയ്യണം. അല്ലെങ്കിൽ ഈ ഒരു എംപ്ലോയി ഒരു സുപ്പീരിയറോട് മാത്രമായിരിക്കും അക്കൗണ്ടബിൾ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് യൂണിറ്റി ഓഫ് കമാൻഡ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഈ സയന്റിഫിക് മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നില്ല? ഈ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നില്ല. അതിനർത്ഥം എന്താണ്? ഇൻസ്റ്റെഡ് ഇറ്റ് അലോ വർക്കേഴ്സ് ടു റിസീവ് ഓർഡേഴ്സ് ഫ്രം മൾട്ടിപ്പിൾ സ്പെഷ്യലിസ്റ്റ്, അല്ലെ? അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സുപ്പീരിയർ എടുക്കുന്ന ഓർഡർ റിസീവ് ചെയ്യാം വർക്കേഴ്സിന് എന്ന് പറയുന്നത് ഏതിലാണ്? സയന്റിഫിക് മാനേജ്മെന്റിലാണ്. ഓക്കെ, അപ്പൊ ഇത് സയന്റിഫിക് മാനേജ്മെന്റിനെ കുറിച്ച് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മള് ക്വസ്റ്റിനിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സയന്റിഫിക് മാനേജ്മെന്റ് റിലേറ്റഡ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. അപ്ലിക്കബിൾ ടു ഷോപ്പ് ഫ്ലോർ ലെവൽ ഓഫ് എ ഫാക്ടറി, അല്ലെ? അത് അതിൽ പറഞ്ഞതാണ്. സയന്റിഫിക് മാനേജ്മെന്റിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് അത്, അല്ലെ? ഷോപ്പ് ഫ്ലോർ ലെവൽ ഓഫ് ഫാക്ടറിയിലാണ് ഈ സയന്റിഫിക് മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നത്? അപ്ലൈ ചെയ്യുന്നത്. ഇനി രണ്ടാമത് എന്താണ്? ഹെൽപ്സ് ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. ഈ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതും ഈ സയന്റിഫിക് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി മൂന്നാമത്തത് ഡെവലപ്ഡ് ബൈ ഒബ്സർവേഷൻസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ. അതും നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഓക്കെ, അപ്പൊ അതും സയന്റിഫിക് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഡി നോക്കൂ. യൂണിറ്റി ഓഫ് കമാൻഡ് ഈസ് സ്ട്രിക്ട്ലി ഫോളോഡ്. അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയിൽ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ത് ചെയ്യുന്നില്ല? സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് സയന്റിഫിക് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ, അല്ലെ? ഓക്കെ, അപ്പൊ ഇതാണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ, അടുത്ത എക്സാമിന് ചിലപ്പോൾ സയന്റിഫിക് മാനേജ്മെന്റിന്റെ വേറെ ഏതെങ്കിലും ഫീച്ചർ ആയിരിക്കും തരിക. ഓക്കെ, അപ്പൊ സയന്റിഫിക് മാനേജ്മെന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അറിവ് ഈ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂൾ പഠിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ, അല്ലെ? ഓക്കെ,
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. യൂണിറ്റി ഓഫ് കമാൻഡിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ യൂണിറ്റി ഓഫ് കമാൻഡ് എന്താണെന്ന് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു. ഓക്കെ, അപ്പൊ യൂണിറ്റി ഓഫ് കമാൻഡ് 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ എ ഇംപ്ലൈസ് ദാറ്റ് എംപ്ലോയീസ് ഷുഡ് ഗെറ്റ് ഓർഡേഴ്സ് ഫ്രം ആൻഡ് റിപ്പോർട്ട് ടു വൺ ബോസ്. Option B helps to fix the responsibility of each person in the organization. Option C states that subordinates should receive orders from all the superiors. Option D, both A and B are correct. Okay, നമ്മൾ ഇപ്പൊ ഇവിടെ പറഞ്ഞു എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ്. അതായത് കമാൻഡിൽ യൂണിറ്റി ഉണ്ടാവണം. ഓർഗനൈസേഷനിൽ ഒരുപാട് വർക്കേഴ്സും ഒരുപാട് സൂപ്പർവൈസേഴ്സും ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ഒരുപാട് സുപ്പീരിയേഴ്സും ഉണ്ടാവും. അപ്പൊ ഒരു സബോർഡിനേറ്റ് അല്ലെങ്കിൽ ഒരു എംപ്ലോയി എന്ത് ചെയ്യണം, ഒരു സുപ്പീരിയർ അടുത്തുനിന്ന് മാത്രം ഓർഡർ റിസീവ് ചെയ്യണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് യൂണിറ്റി ഓഫ് കമാൻഡ്. അപ്പൊ ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്, യൂണിറ്റി ഓഫ് കമാൻഡ് ഇംപ്ലൈസ് ദാറ്റ് എംപ്ലോയി ഷുഡ് ഗെറ്റ് ഓർഡേഴ്സ് ഫ്രം ആൻഡ് റിപ്പോർട്ട് ടു വൺ ബോസ്. ഓക്കെ, അതായത് ഒരു എംപ്ലോയി ഒരു ബോസിന്റെ അടുത്ത് നിന്ന് ഓർഡർ റിസീവ് ചെയ്യണം, ഒരാളോട് റിപ്പോർട്ട് ചെയ്യണം. അത് യൂണിറ്റി ഓഫ് കമാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അപ്പൊ അത് ശരിയാണ്. ഇനി രണ്ടാമത് നോക്കൂ, യൂണിറ്റി ഓഫ് കമാൻഡ് ഹാൽപ്സ് ടു ഫിക്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച് പേഴ്സൺ ഇൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലെ ഓരോ പേഴ്സണും റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒരു പ്രിൻസിപ്പിൾ ആണ് ഏത്, യൂണിറ്റി ഓഫ് കമാൻഡ്. അപ്പൊ അതും എന്താണ്, ശരിയാണ്. അപ്പൊ ഇവിടെ എല്ലാവരും ഒന്നാമത്തെ മാത്രമാണെന്ന് വിചാരിക്കും, പക്ഷെ ബി എന്താണ് ഇവിടെ ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി സി പറയുന്ന നോക്കൂ, യൂണിറ്റി ഓഫ് കമാൻഡ് സ്റ്റേറ്റ് ദാറ്റ് സബോർഡിനേറ്റ് ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം ഓൾ ദ സുപ്പീരിയേഴ്സ്. അത് യൂണിറ്റി ഓഫ് കമാൻഡ് അല്ല. ഓക്കെ, അതായത് ഇവിടെ പറയുന്നത് എന്താണ്, എംപ്ലോയീസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സ് എല്ലാ സുപ്പീരിയർ അടുത്തുനിന്നും ഓർഡർ റിസീവ് ചെയ്യാം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്നാണ് പറയുന്നത്. അപ്പൊ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ. ഓക്കെ, ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കാം. യൂണിറ്റി ഓഫ് കമാൻഡ് മീൻസ് ആൻ എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം ആൻഡ് റിപ്പോർട്ട് ടു വൺ ബോസ്. അത് ശരിയാണ്. ദെൻ യൂണിറ്റി ഓഫ് കമാൻഡ് ഫിക്സ് ദ റെസ്പോൺസിബിലിറ്റീസ്, അതായത് ഓർഗനൈസേഷനിലെ ഓരോ എംപ്ലോയീസിനും റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യണം അല്ലെ. അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് യൂണിറ്റി ഓഫ് കമാൻഡ്. അപ്പൊ ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് നോക്കൂ. ദ ഫംഗ്ഷൻ ഓഫ് മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഇൻക്ലൂഡ് assigning necessary duties and responsibilities to their department, reduce the wastage of resources, C, ensuring that the safety standards are maintained within the organization. Option D, all of these. ഓക്കെ, അപ്പൊ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് നമുക്ക് പഠിക്കാനുണ്ട്. ലെവൽസ് ഓഫ് മാനേജ്മെന്റ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ മാനേജ്മെന്റ് ലെവൽസിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏറ്റവും ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഉണ്ട് അല്ലെ, അതിനെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്ന് പറയും. അതിന്റെ മിഡിൽ വരുന്നുണ്ട് മിഡിൽ ലെവൽ മാനേജേഴ്സ് ആണ്. ദെൻ ഏറ്റവും ലോവറിൽ വരുന്നത് ലോവർ ലെവൽ മാനേജേഴ്സ്. അതായത് നമ്മൾ ഒരു ഓർഗനൈസേഷൻ, ഒരു വലിയൊരു ഓർഗനൈസേഷൻ എടുത്ത് നോക്കിയാൽ അതിൽ ഈ 3 ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഉണ്ടാവും. അപ്പൊ ഇവിടെ പറഞ്ഞത് എന്താണ്, മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ ആണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്. കാരണം ഈ ഹയർ ലെവൽ മാനേജേഴ്സും ലോവർ ലെവൽ മാനേജേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നടക്കുന്ന ആരിലൂടെ ആയിരിക്കും, ഈ മിഡിൽ ലെവൽ മാനേജ്മെന്റിലൂടെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷനിൽ വരുന്ന ഫംഗ്ഷൻസ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇവിടെ 3 സ്റ്റേറ്റ്മെന്റ് എന്താണ്, ശരിയാണ് കേട്ടോ. അപ്പൊ ഓപ്ഷൻ എ, assigning necessary duties and responsibilities to their department. അതായത് മിഡിൽ ലെവൽ മാനേജേഴ്സ് എന്ന് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയിരിക്കും. അപ്പൊ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ അസൈൻ ചെയ്യുന്നത് ആരായിരിക്കും, ഈ മിഡിൽ ലെവൽ മാനേജേഴ്സ് ആയിരിക്കും. അത് ശരിയാണ്. ദെൻ റെഡ്യൂസിങ് ദ വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ്, അതായത് ഓർഗനൈസേഷൻ പലതരത്തിലുള്ള റിസോഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ റിസോഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, മറ്റു മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് റിസോഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗനൈസേഷൻ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഈ റിസോഴ്സസ് ഉപയോഗിക്കുന്ന സമയത്ത് വേസ്റ്റേജ് ഇല്ലാതെ മാനേജ് ചെയ്യാനുള്ള ഡ്യൂട്ടി ആർക്കാണ്, മിഡിൽ ലെവൽ മാനേജേഴ്സിനായിരിക്കും. ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് എന്നുള്ള പ്രോസസ് എന്തിനു വേണ്ടിയിട്ടാണ്, ഓർഗനൈസേഷന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇത് എന്താണ്, ഈ മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ ആണ്. ഇനി സി, ensuring that the safety standards are maintained within the organization. അതായത് ഓർഗനൈസേഷനിൽ എല്ലാ തരത്തിലുള്ള സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യേണ്ടതും ആരാണ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് ആണ്. അപ്പൊ നമ്മൾ ഈ ഓരോ ലെവൽ ഓഫ് മാനേജ്മെന്റിന്റെയും ഫംഗ്ഷൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇനി അടുത്ത എക്സാമിന് വേറെ ഏതെങ്കിലും ലെവൽ ഓഫ് മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ. ഇനി
അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ റോള് പ്ലേ ചെയ്യുന്ന ലെവൽ ഓഫ് മാനേജ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് നോക്കാം. ഹെൻറി ഫയോൾ ആൻഡ് എഫ് ഡബ്ല്യു ടൈലേഴ്സ് ബിലോങ്സ് ടു ദ മാനേജ്മെന്റ് സ്കൂൾ ഓഫ് ഡാഷ്. ഓപ്ഷൻ എ ബിഹേവിയറൽ, ഓപ്ഷൻ ബി ക്ലാസിക്കൽ, ഓപ്ഷൻ സി നിയോ ക്ലാസിക്കൽ, ഓപ്ഷൻ ഡി കണ്ടിജൻസി. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ? അതായത് മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട രണ്ട് എക്സ്പേർട്ട് ആണ് ഹെൻറി ഫയോളും എഫ് ഡബ്ല്യു ടൈലറും. ഓക്കെ, എഫ് ഡബ്ല്യു ടൈലറിനെ നമ്മളിപ്പം കണ്ടു. സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദർ ആരാന്ന് ചോദിച്ചാൽ എഫ് ഡബ്ല്യു ടൈലർ ആണ്. അതായത് ഓർഗനൈസേഷനിൽ സയന്റിഫിക് മാനേജ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എഫ് ഡബ്ല്യു ടൈലർ ആണ്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹെൻറി ഫയോൾ ആണ്. അപ്പൊ രണ്ടാളുകളും ഏത് മാനേജ്മെന്റ് സ്കൂളിൽ വരുന്നതാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇത് ഏത് ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്? അതായത് നമ്മൾ കൊമേഴ്സിന്റെ സിലബസ് എടുത്തപ്പം ഒന്നാമത്തെ മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ടായിരുന്നു. അതായത് എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ്. ഈ എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പൊ ഇവിടെ ഹെൻറി ഫയോളും എഫ് ഡബ്ല്യു ടൈലറും ഏത് മാനേജ്മെന്റ് സ്കൂളിൽ വരുന്ന അല്ലെങ്കിൽ ഏത് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തോട്ട്സിൽ വരുന്നതാണ്? ബിഹേവിയറലാണോ, ക്ലാസിക്കലാണോ, നിയോ ക്ലാസിക്കലാണോ, കണ്ടിജൻസി ആണോ? ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ക്ലാസിക്കൽ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവര് എന്താണ്? ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട്സ് എന്ന് ഉള്ള രണ്ട് എക്സ്പേർട്ട് ആണ് ആരൊക്കെ? എഫ് ഡബ്ല്യു ടൈലറും ഹെൻറി ഫയോളും. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ അത് പഠിച്ചു വെക്കണേ. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതായത് എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റിൽ ഓരോ പീരീഡിലും കുറച്ച് എക്സ്പേർട്ടുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അതായത് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തോട്ട്സിൽ വരുന്ന എക്സ്പേർട്ടുകൾ, അവരുടെ കോൺട്രിബ്യൂഷൻ, നിയോ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട്സിൽ വരുന്ന എക്സ്പേർട്ട്, അവരുടെ കോൺട്രിബ്യൂഷൻ, ഇതൊക്കെ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അപ്പൊ ഇതൊന്ന് നിങ്ങൾ കാണാപ്പാടെ പഠിച്ചു വെക്കുക കേട്ടോ. ഈ എഫ് ഡബ്ല്യു ടൈലറും ഹെൻറി ഫയോൾ എന്ന് പറയുന്നത് ഈ മാനേജ്മെന്റ് കോൺസെപ്റ്റ് പഠിച്ചിരിക്കുന്ന എല്ലാവർക്കും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് എക്സ്പേർട്ടുകളാണ്. ഓക്കെ, അപ്പൊ ഇവര് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തോട്ട്സ് എന്ന് വരുന്നതാണ്. ഇവര് മെയിൻ ആയിട്ട് എമേർജ് ചെയ്ത പീരീഡ് എന്ന് പറയുന്നത് 19th ആൻഡ് ഏർലി 20th സെഞ്ചുറിയിലാണ്. ഓക്കെ, ഇനി ഇവരുടെ രണ്ട് പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ഹെൻറി ഫയോളിന്റെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറി. പഠിച്ചു വെക്കണേ, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറി. ഓക്കെ, അതേപോലെ തന്നെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഉണ്ട്. അതായത് മാനേജ്മെന്റിന്റെ 14 പ്രിൻസിപ്പിൾസ് ഉണ്ട്, പ്രധാനപ്പെട്ടാണ്. അതായത് കൊമേഴ്സ് പഠിക്കുന്ന ഏതൊരാൾക്കും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഹെൻറി ഫയോൾ ആണ്. അതേപോലെ തന്നെ എഫ് ഡബ്ല്യു ടൈലറുടെ ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയാണ്. ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് ചോദിച്ചാൽ ആരാണ്? എഫ് ഡബ്ല്യു ടൈലർ ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എലമെന്റ് ഓഫ് ഡയറക്റ്റിംഗ്? ഡയറക്റ്റിംഗ് എന്നുള്ള പ്രോസസ്സിന്റെ എലമെന്റ് ഏതാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞത്. ഓപ്ഷൻ എ മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ്, ഓപ്ഷൻ ബി പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്, ഓപ്ഷൻ സി ഡെലിഗേറ്റിംഗ് അതോറിറ്റി, ഓപ്ഷൻ ഡി പെർഫോമൻസ് അപ്രൈസൽ ഓഫ് എംപ്ലോയീസ്. എന്താ അവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞത്? അതായത് മാനേജ്മെന്റ് പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. പ്രധാനപ്പെട്ട 4 മാനേജ്മെന്റ് പ്രോസസ് ആണ്. ഒന്ന് പ്ലാനിങ്, രണ്ടാമത്തത് ഡയറക്റ്റിംഗ്, രണ്ടാമത്തത് ഓർഗനൈസിങ്, മൂന്നാമത്തത് ഡയറക്റ്റിംഗ്, ലാസ്റ്റത്തത് കൺട്രോളിങ്. ഓക്കെ, അപ്പൊ അതിൽ ഓരോ പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ എന്താണ് ഡയറക്റ്റിംഗ് എന്നുള്ള പ്രോസസ്സ്? അതായത് ഓർഗനൈസേഷനിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും. ഈ എംപ്ലോയീസിനെയൊക്കെ പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്യണം, അല്ലെ? പ്രോപ്പർ ആയിട്ട് മോട്ടിവേറ്റ് ചെയ്യണം, അവരെ പ്രോപ്പർ ആയിട്ട് ഡയറക്ഷൻ കൊടുക്കണം. അതിനെയാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഡയറക്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എലമെന്റ് ഏതാണ്? ഓപ്ഷൻ എ ആണ്, മോട്ടിവേറ്റ് എംപ്ലോയീസ്, അല്ലെ? മോട്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ അല്ലേ അവര് ഡയറക്റ്റ് ചെയ്യപ്പെടുക. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് ശരി. ഇനി ഓപ്ഷൻ ബി നോക്കൂ, പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്. ഇത് ഏത് പ്രോസസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്? നമ്മളൊരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ്, അല്ലെ? നമ്മൾ മുൻകൂട്ടി ഡിസൈഡ് ചെയ്യുന്നതാണ് ബഡ്ജറ്റ്. അതായത് ഭാവിയിൽ ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടാവും, എന്തൊക്കെ ഇൻകം ഉണ്ടാവും എന്നുള്ളത് മുൻകൂട്ടി നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നതിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ ഏത് പ്രോസസ് റിലേറ്റഡ് ആണ്? ഏത് പ്രോസസ്സിന്റെ എലമെന്റ് ആണ്? പ്ലാനിങ്ങിന്റെ എലമെന്റ് ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അതായത് അടുത്ത എക്സാം ചിലപ്പോൾ അങ്ങനെയായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഡെലിഗേറ്റിംഗ് അതോറിറ്റി. എന്താണ് ഡെലിഗേറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്? അതായത് ഒരു ഓർഗനൈസേഷനിൽ മാനേജേഴ്സ് ഉണ്ടാവും, എംപ്ലോയീസ് ഉണ്ടാവും. അപ്പൊ ഒരു മാനേജർ അയാളുടെ ഒരു ഡ്യൂട്ടി അയാളുടെ കീഴിലുള്ള ഒരു സബോർഡിനേറ്റ് അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഡെലിഗേറ്റിംഗ് എന്ന് പറയുന്നത്.
ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. അപ്പൊ ഈ ഡെലിഗേറ്റിംഗ് അതോറിറ്റി എന്നുള്ള ഇത് ഏത് പ്രോസസ്സിന്റെ എലമെന്റ് ആണെന്ന് ചോദിച്ചാൽ അത് ഓർഗനൈസിംഗിന്റെ എലമെന്റ് ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് പെർഫോമൻസ് അപ്രൈസൽ ഓഫ് എംപ്ലോയീസ്. എന്താണ് പെർഫോമൻസ് അപ്രൈസൽ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത്? ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ എബിലിറ്റി അല്ലെങ്കിൽ അവരുടെ കഴിവ് എന്ത് ചെയ്യുക, അപ്രൈസ് ചെയ്യുക, അവരുടെ പെർഫോമൻസ് വിലയിരുത്തുക, അവരുടെ പെർഫോമൻസ് മെഷർ ചെയ്യുക. ഇത് ഏത് പ്രോസസ്സിന്റെ എലമെന്റ് ആണെന്ന് ചോദിച്ചാൽ ഏതാണ്? കൺട്രോളിങ്ങിന്റെ എലമെന്റ് ആണ് കേട്ടോ. അപ്പൊ ഈ 4 പ്രോസസ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. ഓക്കെ, നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്യാണ്, ഇപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു ഇവന്റ് നമ്മൾ ഓർഗനൈസ് ചെയ്യണം, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അത് പ്ലാൻ ചെയ്യണം, അല്ലെ? അങ്ങനെ ചിന്തിച്ചാൽ മതി. ഓക്കെ, അതിപ്പോ ഓർഗനൈസേഷൻ ആയാലും നമ്മൾ എന്ത് ആക്ടിവിറ്റി ആണ്, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്, അതൊക്കെ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? പ്ലാനിങ് ആണ്. രണ്ടാമത് എന്താണ്? ഓർഗനൈസിങ് ആണ്. മൂന്നാമത്തത് ഡയറക്റ്റിംഗ് ആണ്. നാലാമത്തത് കൺട്രോളിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഈ 4 പ്രോസസ്സിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഡയറക്റ്റിംഗിന്റെ നോട്ട്സ് ആണ് കേട്ടോ കൊടുത്തത്. ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഒരു കീ ഫംഗ്ഷൻ ആണ്. എംപ്ലോയീസിനെ ഗൈഡ് ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുകയും ഇൻസ്പയർ ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ് ആണ് ഡയറക്റ്റിംഗ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾ. അപ്പൊ ഈ ഡയറക്റ്റിംഗിൽ വരുന്ന ഒരു എലമെന്റ് ആണ് മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പാറ്റന്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് അസറ്റ്. ഓപ്ഷൻ എ ഇൻടാഞ്ചിബിൾ, ഓപ്ഷൻ ബി ടാഞ്ചിബിൾ, ഓപ്ഷൻ സി ഫിക്ടീഷ്യസ്, ഓപ്ഷൻ ഡി കറന്റ്. എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൊമേഴ്സിന്റെ ബേസിക് അറിയുന്ന ആർക്കും എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ അവിടെ ആൻസർ വരുന്നത് എന്താണ്? ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നാണ്. അപ്പൊ എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ്, എന്താണ് ടാഞ്ചിബിൾ അസറ്റ് എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതായത് ഒരു ബിസിനസ്സിൽ അസറ്റ് ഉണ്ടാവും. അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ബിസിനസ്സിന് അത് പെട്ടെന്ന് എന്താക്കി മാറ്റാം? ക്യാഷ് ആക്കിയിട്ട് മാറ്റാം. അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലയബിലിറ്റീസ് ഉണ്ടാവും, അല്ലെ? ലയബിലിറ്റി എന്താണ്? ബാധ്യതയാണ്, അല്ലെ? നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ ഒരു ഓർഗനൈസേഷനിലെ അസറ്റിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടാഞ്ചിബിൾ അസറ്റ് എന്നും ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നും. എന്താണ് ടാഞ്ചിബിൾ അസറ്റ്? അതായത് ഫിസിക്കൽ അസറ്റിനെയാണ് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റുന്ന അസറ്റുകളാണ് ടാഞ്ചിബിൾ അസറ്റ്. അത്തരത്തിലുള്ള അസറ്റാണ് മെഷീനറി, ബിൽഡിങ്സ്, ഇൻവെന്ററി. ഇതൊക്കെ എന്താണ്? നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റും, ഫിസിക്കലി ടച്ച് ചെയ്യാൻ പറ്റും. അതാണ് ടാഞ്ചിബിൾ അസറ്റ്. എന്നാൽ ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റാത്ത ചില അസറ്റുകൾ ഉണ്ട്. ഓക്കെ, ഉദാഹരണമായിട്ട് ഗുഡ്വിൽ ഉണ്ട്, കോപ്പിറൈറ്റ് ഉണ്ട്, ട്രേഡ് മാർക്ക് ഉണ്ട്. ഗുഡ്വിൽ ഉണ്ട്, കോപ്പിറൈറ്റ് ഉണ്ട്, ട്രേഡ് മാർക്ക് ഉണ്ട്, അതുപോലെ തന്നെ പാറ്റന്റ് ഉണ്ട്. ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഫിസിക്കലി അത് കാണാൻ പറ്റില്ല. പക്ഷെ അത്തരത്തിലുള്ള ഒരു അസറ്റ് എന്തുണ്ട്? ബിസിനസ്സിലുണ്ട്. ഓക്കെ, ഇപ്പൊ ഒരു കമ്പനിയുടെ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് അത് ആ കമ്പനിയുടെ ഒരു അസറ്റ് ആണ്. ആ ട്രേഡ് മാർക്ക് നോക്കിയിട്ടായിരിക്കും ആളുകൾ എന്ത് ചെയ്യുന്നത്? ആ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. പക്ഷെ ആ ട്രേഡ് മാർക്കിന് നമുക്കൊരു ഫിസിക്കലി നമുക്കൊരു അസറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവില്ല, അല്ലെ? പക്ഷെ അതെന്താണ്? അതൊരു അസറ്റ് ആണ്. അതിനെ നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നാണ് പറയാം. ഇപ്പൊ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്താന്ന് ക്ലിയർ ആവുന്നുണ്ടല്ലോ, അല്ലെ? നമുക്ക് ആ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ, ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയാം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കൂ. പാറ്റന്റ് എന്താണ്? ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ, അല്ലെ? പാറ്റന്റ് എന്താണ്? ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ഇനി അടുത്ത എക്സാമിന് ഇവിടെ ഗുഡ്വിൽ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് അസറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ട്രേഡ് മാർക്ക് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് അസറ്റ് എന്ന് വെച്ചാൽ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. എന്നാൽ മെഷീനറി, അതേപോലെ തന്നെ ഇൻവെന്ററി, ഫേർണിച്ചർ, ഇതൊക്കെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. എന്താണ്? ടാഞ്ചിബിൾ അസറ്റ് ആണ്. ഓക്കെ, അസറ്റിന്റെ മറ്റ് ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ ഭാഗം എടുക്കുമ്പോൾ പറയാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് നോക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു റവന്യൂ റെക്കഗ്നേഷൻ പ്രിൻസിപ്പിൾ, റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ്, ഓപ്ഷൻ എ at the end of the accounting year, ഓപ്ഷൻ ബി when cash received against such a transaction, ഓപ്ഷൻ സി when advance received, ഓപ്ഷൻ ഡി when services are rendered or the product is delivered to customers. അതായത് അക്കൗണ്ടിങ് മൊഡ്യൂൾ എന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ അവിടെ പറഞ്ഞത്? ആ അക്കൗണ്ടിങ് മൊഡ്യൂളിൽ നമുക്ക് ഒരുപാട് പ്രിൻസിപ്പിൾസ് പഠിക്കാനുണ്ട്. അതായത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ്ങിലെ ബേസിക് ആയിട്ടുള്ള തത്വങ്ങൾ.
അതായത് ഓരോന്നും എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് പറയുന്ന കുറച്ച് കോൺസെപ്റ്റുകളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ ആണ് റവന്യൂ റെക്കഗ്നേഷൻ പ്രിൻസിപ്പിൾ. ക്വസ്റ്റ്യൻ പറഞ്ഞത് ഈ റവന്യൂ റെക്കഗ്നേഷൻ പ്രിൻസിപ്പിൾ പ്രകാരം ഒരു ഓർഗനൈസേഷന്റെ റവന്യൂ എപ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യപ്പെടുക? സിമ്പിൾ ആണ്. അതായത് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ ആ ബിസിനസ്സിൽ നമുക്ക് വരുമാനം കാണിക്കണം. ആ വരുമാനം നമ്മൾ എപ്പോഴാണ് കാണിക്കേണ്ടത്? ഓക്കെ, അതായത് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഞാനൊരു പ്രൊഡക്റ്റ് വേറൊരാൾക്ക് വിറ്റു. അപ്പൊ ആ വിൽക്കുമ്പോൾ എനിക്ക് വരുമാനം കിട്ടും അല്ലെ? അപ്പൊ അത് എപ്പോഴാണ് നമ്മൾ അക്കൗണ്ടിൽ കാണിക്കേണ്ടത്? എപ്പോഴാണ് കാണിക്കേണ്ടത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഞാനൊരു പ്രൊഡക്റ്റ് മറ്റൊരാൾക്ക് വിറ്റു. അപ്പൊ അത് അയാൾ എന്നോട് എന്ത് ചെയ്തിട്ടില്ല? ക്യാഷ് തന്നിട്ടില്ല. അയാൾ എന്നോട് ഒരു മാസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ എനിക്ക് ക്യാഷ് തന്നിട്ടില്ല, പക്ഷെ ഞാൻ എന്ത് ചെയ്തു? പ്രൊഡക്റ്റ് അയാൾക്ക് ഡെലിവർ ചെയ്ത് കൊടുത്തു. അപ്പൊ റവന്യൂ റെക്കഗ്നേഷൻ പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ എപ്പോഴാണോ പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ ഒരു സർവീസ് റെൻഡർ ചെയ്തത്, അപ്പം തന്നെ എന്ത് ചെയ്യണം? അത് റവന്യൂ ആയിട്ട് അക്കൗണ്ടിൽ കാണിക്കണം എന്നാണ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ റൂള്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് വെൻ സർവീസസ് ആർ റെൻഡേഡ് ഓർ പ്രൊഡക്റ്റ് ഈസ് ഡെലിവേർഡ് ടു എ കസ്റ്റമർ. ക്യാഷ് തന്നോ ക്യാഷ് തന്നില്ല എന്നുള്ളതല്ല ഇമ്പോർട്ടന്റ്. പ്രൊഡക്റ്റ് എപ്പം ഡെലിവർ ചെയ്തു, അല്ലെങ്കിൽ സർവീസ് എപ്പം റെൻഡർ ചെയ്തു, അപ്പോൾ എന്ത് ചെയ്യണം? അത് റവന്യൂ ആയിട്ട് കാണിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ എ എന്താണ്? അത് എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് ഇയർ ആണോ? തെറ്റാണ്. അതായത് അക്കൗണ്ടിങ് ഇയറിൽ എൻഡിലല്ല നമ്മൾ ഒരു റവന്യൂ റെക്കഗ്നൈസ് ചെയ്തത് എന്ന് പറഞ്ഞ് കാണിക്കാം. ആ ഇവന്റ് നടന്നപ്പോഴാണ്. ഓക്കെ, വെൻ ക്യാഷ് റിസീവ്ഡ് അഗെയിൻസ്റ്റ് സച്ച് ട്രാൻസാക്ഷൻ. ക്യാഷ് മാത്രം റിസീവ് ചെയ്തുകൊണ്ട് മാത്രം അതൊരു റവന്യൂ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണിക്കാൻ പറ്റില്ല. ഓപ്ഷൻ ഡി, വെൻ അഡ്വാൻസ് റിസീവ്ഡ്. അഡ്വാൻസ് കിട്ടിയ റവന്യൂ ആയിട്ട് കാണിക്കാൻ പറ്റില്ല. എപ്പോഴാ മാത്രമേ റവന്യൂ ആയിട്ട് കാണിക്കാൻ പറ്റുള്ളൂ? സർവീസ് റെന്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യുന്ന സമയത്ത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഭാഗത്തുമ്പോൾ പറയൂ കേട്ടോ. ഒരുപാട് പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഓരോ പ്രിൻസിപ്പിളും ഇതേപോലെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഓക്കെ, ദെൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നോക്കാം. റവന്യൂ റെക്കഗ്നേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആണ്. എന്താ അത് പറയുന്നത്? റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് വെൻ ഇറ്റ് ഈസ് ഏൺഡ്. എപ്പോഴാണോ നമ്മൾ ആ റവന്യൂ ഏൺ ചെയ്തത്, അപ്പൊ അത് എന്ത് ചെയ്യണം? റെക്കഗ്നൈസ് ചെയ്യണം. ഈ റെക്കഗ്നൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അക്കൗണ്ടിൽ കാണിക്കണം എന്നാണ് കേട്ടോ. മീനിങ് ദാറ്റ് വെൻ ദ ഗുഡ്സ് ആർ ഡെലിവേർഡ് ഓർ സർവീസ് ആർ റെൻഡേർഡ് ടു കസ്റ്റമേഴ്സ് റിഗാർഡ്ലെസ് ഓഫ് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ആ റെഡില് ഹൈലൈറ്റ് ചെയ്ത ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. അതായത് എപ്പോഴാണോ പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്തത്, അല്ലെങ്കിൽ സർവീസ് റെന്റ് ചെയ്തത്, അപ്പൊ എന്ത് ചെയ്യണം? അത് റവന്യൂ ആയിട്ട് കാണിക്കണം. ക്യാഷ് റിസീവ് ചെയ്തത് എന്തല്ല? ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് ഓരോ പ്രിൻസിപ്പിളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ആ ഭാഗത്തുമ്പോൾ നമുക്ക് പറയാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ ഈസ് ഇൻകറക്റ്റ്? അതായത് അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അതെന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഏതാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞത്. ഓപ്ഷൻ എ, അസറ്റ് മൈനസ് ലയബിലിറ്റീസ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ. ഓപ്ഷൻ ബി, liabilities plus capital is equal to asset. Option C, asset plus liabilities is equal to capital. Option D, asset minus capital is equal to liabilities. അപ്പൊ ഇവിടെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അക്കൗണ്ടിങ്ങില്, അല്ലെ അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അത് പഠിച്ചിരിക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ആ ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ്. എന്താണ് ഇക്വേഷൻ? അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. അപ്പൊ ഈ ഇക്വേഷൻ എന്നാണ് ബാക്കിയുള്ള ഇക്വേഷൻ ഒക്കെ ഡിറൈവ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇവിടെ അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. എ ഈസ് ഈക്വൽ ടു എൽ പ്ലസ് സി എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ഇനി ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഈ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. അപ്പൊ ഇത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കാം. ഇനി ഈ ഇക്വേഷൻ നമുക്ക് ഇതാ ഈ രീതിയിൽ എഴുതാം അല്ലെ? ഈ അസറ്റിനെ അല്ലെങ്കിൽ ഈ ലയബിലിറ്റീനെ നമ്മൾ ഈ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുമ്പോൾ എന്തായിട്ട് മാറും? അസറ്റ് മൈനസ് ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആണ്. അപ്പൊ അത് ശരിയാണ്. ഇനി ഇവിടെ നമ്മൾ നേരെ തിരിച്ചെഴുതാണ്. അതായത് അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. അതും എന്താണ്? ശരി തന്നെയാണ് അല്ലെ? ഇനി അടുത്ത നോക്കൂ. അസറ്റ് മൈനസ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ലയബിലിറ്റി. അതും ശരിയല്ലേ? അതായത് ഈ ക്യാപിറ്റൽ നമ്മൾ ഈ ലെഫ്റ്റിലേക്ക് എടുക്കുന്ന സമയത്ത് എന്തായിട്ട് മാറും? അസറ്റ് മൈനസ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ലയബിലിറ്റി. അപ്പൊ ഈ ഇക്വേഷൻ ആണ് ഈ ഇക്വേഷൻ, ബാക്കിയുള്ള ഇക്വേഷൻ ഒക്കെ ഡിറൈവ് ചെയ്തത്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ എന്താണ്? അതായത് ഇവിടെ തന്നതില് തെറ്റായിട്ടുള്ള ഇക്വേഷൻ, അതായത് ഈ
നമ്മൾ ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള ഇക്വേഷന്റെ അല്ലെങ്കിൽ ഈ ഫണ്ടമെന്റൽ അക്കൗണ്ട് ഇക്വേഷന്റെ ഡെറിവേഷനിൽ വരാത്ത ഇക്വേഷൻ ഏതാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞത് അല്ലെ. അപ്പൊ അത് സിമ്പിൾ ആണ്. ഏതാ വരിക? ഈ സി ആണ് ആൻസർ ആയിട്ട് വരിക. അസറ്റ് പ്ലസ് ലയബിലിറ്റീസ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ. അത് തെറ്റായിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. ഒരുപാട് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഇക്വേഷൻ ആണിത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ഇപ്പൊ അക്കൗണ്ടിംഗിൽ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് നോക്കൂ. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് റിലേറ്റഡ് ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ടിംഗ് ഈസ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 4, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 9, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 6. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ കമ്പനീസ് ഒക്കെ അക്കൗണ്ടിങ് പല രീതിയിലായിരിക്കാം ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ഹാർമണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്? ആർ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് വെൻ ദാറ്റ് ഗവേൺ ഹൗ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്, പ്രസന്റഡ്, റിപ്പോർട്ടഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. എന്താണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്? സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ്. അതിലെന്താ പറയുന്നത്? അതായത് ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എങ്ങനെ റെക്കോർഡ് ചെയ്യണം, എങ്ങനെ പ്രസന്റ് ചെയ്യണം, എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്ന റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ ഉള്ളത്. ഓക്കെ, ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു കമ്പനിയിൽ സെയിൽസ് നടന്നു. ആ സെയിൽസ് നടന്നത് എങ്ങനെയാണ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്? അപ്പൊ അതിനെന്തുണ്ട്? ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതായത് നമ്മൾ ഇന്ത്യയിൽ മുഴുവനായിട്ടും ഫോളോ ചെയ്യുന്ന കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പൊ അതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പൊ ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ 1 മുതൽ 25 വരെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. അപ്പൊ അതൊന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് കാണാപ്പാഠം പഠിക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 6 ആണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ ഭാഗം എത്തുമ്പോൾ നമുക്ക് പറയാം കേട്ടോ. അത് നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുന്ന എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഏതാണെന്നാണ് ചോദിച്ചത്. അതായത് ഓർഗനൈസേഷനിൽ ഒരുപാട് അസറ്റ് ഉണ്ട്. അപ്പൊ അസറ്റിനൊക്കെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അത് ആ ഭാഗത്തുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പൊ ഈ ഡിപ്രീസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് പറയുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പൊ അവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 6 ആണ്. ഓക്കെ, ഇനി ബാക്കി നമുക്ക് ഇവിടെ തന്നിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ത് റിലേറ്റഡ് ആണെന്നുള്ളത് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 പറയുന്നത് എങ്ങനെ ഇൻവെന്ററി വാല്യൂ ചെയ്യണം. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ആണ്. അത് എങ്ങനെ വാല്യൂ ചെയ്യണം എന്ന് പറയുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 ആണ്. ഇനി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 4 കണ്ടിജൻസീസ് ആൻഡ് ഇവന്റ്സ് ഒക്കറിംഗ് ആഫ്റ്റർ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. ഓക്കെ, അപ്പോൾ അത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 4 ഇനി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 9 റവന്യൂ റെക്കഗ്നേഷൻ. എപ്പോഴാണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? ആ റൂള് പറയുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 9 ഇതേപോലെ 1 മുതൽ കുറച്ച് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. നമുക്ക് കോഡൊക്കെ ഉപയോഗിച്ച് അത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ക്ലാസ് എടുക്കുമ്പോൾ പറയും കേട്ടോ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഓവർഹെഡ് ഈസ് ദ ടോട്ടൽ ഓഫ് എ ഡയറക്റ്റ് കോസ്റ്റ്, ബി ഇൻഡയറക്റ്റ് കോസ്റ്റ്, സി ഡയറക്റ്റ് കോസ്റ്റ് ആൻഡ് ഫാക്ടറി കോസ്റ്റ്, ഓപ്ഷൻ ഡി ഇൻഡയറക്റ്റ് ആൻഡ് ഡയറക്റ്റ് കോസ്റ്റ്. ഇതും അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞത്? ഓവർ ഹെഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് എന്തിന്റെ ടോട്ടൽ ആണെന്നാണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ സിമ്പിൾ ആണ്, ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. അതായത് ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കാം, അല്ലെങ്കിൽ എന്താണ് ഓവർ ഹെഡ് എന്നുള്ളത് മനസ്സിലാക്കാം. ഓവർ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡയറക്റ്റ് കോസ്റ്റിനെയാണ് നമ്മൾ ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അതായത് ഒരു ബിസിനസ്സിൽ ഒരു ആക്ടിവിറ്റിയിൽ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത ചില കോസ്റ്റുകൾ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ റെന്റ് കൊടുക്കാം. അത് ആ ബിൽഡിങ്ങിന് ടോട്ടൽ ആയിട്ടാണ് റെന്റ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കത് ഒരു സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റിന്റെ എക്സ്പെൻസ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതെന്താണ്? ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. അതായത് ഒരു ബിസിനസ്സിലെ ഡയറക്റ്റ് കോസ്റ്റ് ഉണ്ടാവും, ഇൻഡയറക്റ്റ് കോസ്റ്റ് ഉണ്ടാവും. ഉദാഹരണമായിട്ട് മെറ്റീരിയൽ വാങ്ങി, അത് ഡയറക്റ്റ് കോസ്റ്റ്, കാരണം അത് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റെന്റ് കൊടുക്കുക എന്ന് പറയുന്നത് ആ ബിൽഡിങ്ങിന് ടോട്ടൽ ആയിട്ടാണ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ബിൽഡിങ്ങിൽ ചിലപ്പോൾ പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് റെന്റ് കൊടുക്കുന്നത്. അപ്പൊ നമുക്കൊരു സ്പെസിഫൈഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അത്തരത്തിലുള്ള കോസ്റ്റ് ആണ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഓക്കെ, അപ്പൊ ഇൻഡയറക്റ്റ് കോസ്റ്റിന്റെ ടോട്ടലിനെയാണ് നമ്മൾ ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അത് പഠിച്ചു വെക്കണേ.
ഓക്കെ, അപ്പൊ ഇൻഡയറക്റ്റ് കോസ്റ്റ് നോക്കൂ. ഓവർഹെഡ് ഇൻക്ലൂഡ് എക്സ്പെൻസസ് ലൈക്ക് റെന്റ്, യൂട്ടിലിറ്റീസ്, അഡ്മിനിസ്ട്രേറ്റീവ് സാലറീസ് ആൻഡ് ഓഫീസ് സപ്ലൈസ്. ഇതൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. ഇപ്പൊ ഇവിടെ ക്വസ്റ്റിനിൽ എന്താ പറഞ്ഞത്? ഓവർഹെഡ് ഇസ് ദ ടോട്ടൽ ഓഫ് ബി ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ് ആൻസർ ആയിട്ട് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഡയറക്റ്റ് കോസ്റ്റ് എന്താണെന്ന് പഠിക്കണം, ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്താണെന്ന് പഠിക്കണം, ഫാക്ടറി കോസ്റ്റ് എന്താണെന്ന് പഠിക്കണം, പ്രൈം കോസ്റ്റ് പഠിക്കണം. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ, ഇപ്പൊ ക്ലാസ് മനസ്സിലാവുന്നുണ്ട് എന്നാണ് വിശ്വാസം. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാം. ഈ എക്സാം എഴുതുന്ന നിങ്ങളെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലാണ്. ഓക്കെ, താങ്ക് യു.